ഒറ്റ ക്ലിക്ക് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള അഡീഷണൽ ഫയൽസ് ഡിലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ഒരുപാട് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഹാങ്ങിങ് പ്രശ്നം തീരും. അതോടൊപ്പം നമുക്ക് സ്മൂത്തായിട്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ഓൾ തന്നെ എനേബിൾ ആക്കാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് ഇവിടെ മോർ സെറ്റിങ്സിൽ വന്ന് ആപ്പ് മാനേജർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നമ്മളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഏതാണോ ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റോറേജ് സെറ്റിങ്സിലേക്ക് വരേണ്ടതാണ്. ശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിലീറ്റ് ആക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആ ആപ്ലിക്കേഷൻ മുഖേന വരുന്ന ഒരുപാട് അഡീഷണൽ ഫയൽസ് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതല്ല ഇന്ന് പറയാൻ പോകുന്നത്. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് ജങ്ക് ഫയൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫയൽ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരുടെയും മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ഫയൽസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഏകദേശം 1 MB ആണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ നമുക്ക് ഇവിടെ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും: ക്ലീൻ, ബ്രൗസ്, അതുപോലെ തന്നെ ഷെയർ. ഇവിടെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും സൈഡ് വശത്ത് 3 ഡോട്ട് കാണാൻ സാധിക്കും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ജങ്ക് ഫയൽസ് നമ്മൾ ഡിലീറ്റ് ആക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷനിലുള്ള മറ്റ് ഡാറ്റ ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ജങ്ക് ഫയൽസ് ഡിലീറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. ഈ ഓരോന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനായിട്ട് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം സെലക്ട് ഓൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് ജങ്ക് ഫയൽസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സിസ്റ്റം ആപ്സ്, അതുപോലെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ഫയൽസ് എന്ന 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. സിസ്റ്റം ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോർ അല്ലാതെ നമ്മൾ ഗൂഗിൾ ക്രോം വഴിയൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് വർദ്ധിപ്പിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ സ്മൂത്തായിട്ട് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് മുഖേന നിങ്ങൾ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോനെ റീച്ചിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.